الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا يوم ينفخ في الصور ونحشر المجرمين يومئذ يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയം നിറഞ്ഞ സഹോദരികളെ, പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 42-ാമത് ക്ലാസ്സിൽ 100-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. അവിടുന്ന് അങ്ങോട്ട് മറ്റു ചില ഭാഗങ്ങളിലേക്ക് ഉള്ള മറ്റൊരു ചരിത്രം കൂടെ പറയാനുള്ള തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനു മുമ്പായി പൊതുവായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംലാ. 100-101 വചനങ്ങൾ. ആരെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ പാപത്തിന്റെ ഭാരം വഹിക്കുന്നതാണ്. അതിൽ അവർ നിത്യവാസികളായിരിക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആ ഭാരം അവർക്കെത്ര ദുസ്സഹമാണ്. മൻ അറള, ആരാണ് തിരിഞ്ഞു കളയുന്നത്? തിരിഞ്ഞു കളഞ്ഞു. ആരാണ് തിരിഞ്ഞു കളയുന്നത്? അൻഹു, അതിൽ നിന്ന്. ഏതിൽ നിന്നാണ്? കദാലിക നഖുസ്സു മിൻ അംബാഇ മാ ഖദ് സബഖ വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റാ. നിങ്ങൾക്ക് നാം ദിക്ർ നൽകിയിട്ടുണ്ട്, നമ്മുടെ അടുക്കൽ നിന്നുള്ള ദിക്ർ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു പ്രവാചകൻ നൽകുന്ന വിവിധ ആയത്തുകളെ സംബന്ധിച്ചൊക്കെ ദിക്ർ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത്തരം ദിക്റുകളിൽ നിന്ന്, ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യൗമുൽ ഖിയാമത്തിൽ അവൻ വഹിക്കുന്നതാണ്. യഹ്മിലു ഫഇന്നഹു യഹ്മിലു, അവൻ വഹിക്കുന്നതാണ്. യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, വിസ്റൻ, പാപത്തിന്റെ ഭാരം. വിസ്റൻ, ഭാരം. ഖാലിദീന ഫീഹി, അതിൽ അവർ നിത്യവാസികളായിരിക്കും. ആ പാപഭാരവുമായി അവർക്ക് കഴിയേണ്ടി വരുന്ന നരകം എന്ന് പറയുന്നതിൽ, ആ ശിക്ഷയിൽ അവർ നിത്യവാസികളായിരിക്കും. വസാഅ ലഹും, എത്ര മോശമാണ്, എത്ര ദുസ്സഹമാണെന്നറിയാമോ? സാഅ, എത്ര മോശമാണ്. ലഹും, അവർക്ക്. യൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ഹിംലൻ, ആ ഭാരം എന്ന് പറയുന്നത്, അവർ വഹിക്കുന്ന ഹിംല്, ഭാരം. യഹ്മിലു, ഭാരം വഹിക്കുന്നു. ഹിംലുൻ, ഭാരം. അവർ വഹിക്കുന്ന ഭാരം എത്ര
മോശമായിരിക്കും, എത്ര ദുസ്സഹമാണെന്നറിയാമോ എന്നാണ് 101-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. യഹ്മിലു, ഹമല, യഹ്മിലു, ഹിംലുൻ, ഹംലുൻ രണ്ടും പറയാ. അവർ ചുമക്കും, അവർ പേറുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മന്ന അറള എന്നാണ്. അവഗണിക്കുന്നത് ആരാണ്, തിരിഞ്ഞു കളയുന്നത് ആരാണ് എന്നാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. മന്ന അറള, ആരാണ് അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്? അറള, അർള് എന്ന് പറഞ്ഞ അറള എന്ന വാക്ക്, ആ വാക്കിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? അർള് എന്ന് പറഞ്ഞാൽ സാധാരണ വീതി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നീളവും വീതിയും എന്ന് പറയുന്ന വീതിക്ക് പറയുന്ന വാക്കാണ് അർളുൻ എന്ന്. അർളുൻ അയിനാണ്, അലിഫാകുമ്പോ ഭൂമി. അർളുൻ എന്ന് പറഞ്ഞാല് അയിന് ഉപയോഗിച്ച് പറഞ്ഞാല് വീതി എന്നാണ് അർത്ഥം. അപ്പോ ഇവിടെ വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു എന്നുണ്ട്. വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു എന്നൊരായത്തുണ്ട്. വിശ്വാസികൾ പ്രവേശിപ്പിക്കപ്പെടുന്ന സ്വർഗം എന്ന് പറയുന്നത്, ആ സ്വർഗത്തിന്റെ അർള് അസ്സമാവാതു വൽ അർള്, ആകാശങ്ങളും ഭൂമിയും അത്രയുമാണ് അതിന്റെ വീതി. അങ്ങനെ വീതിയുള്ള സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ വേറൊരു കാര്യം ഇതിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ സാധാരണ വീതി, അതിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണല്ലോ വീതി എന്ന് പറയുന്നത്. നീളം എന്ന് പറയുന്നത് വലിയ ഭാഗമാണല്ലോ. സ്വർഗത്തിന്റെ വീതിയാണ് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ആകാശഭൂമിയോളം വിശാലമാണെങ്കിൽ പിന്നെ അതിന്റെ നീളം എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അത് മറ്റൊരു വിഷയം. അറള എന്ന് പറഞ്ഞപ്പോ ആ വാക്ക് വന്നത് അർളൻ, ഐന് റാ ളാദ്, ആ വാക്കിൽ നിന്ന് ഉണ്ടായതാണ് അറള എന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പിന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വീതി എന്നാണ്. ഇതിലൊന്നും കൂടെ നമ്മൾ പരിശോധിക്കുമ്പോ അറബിയിൽ ഇവിടെ ഇതിന് നമ്മൾ അർത്ഥം കളഞ്ഞ് തിരിഞ്ഞു കളഞ്ഞു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അറള എന്ന് പറഞ്ഞാൽ അറള തിരിഞ്ഞു കളഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. അതെങ്ങനെയാണ് അർത്ഥം വന്നിരിക്കുന്നത്? തിരിഞ്ഞു കളഞ്ഞു, അവഗണിച്ചു എന്നൊക്കെ എങ്ങനെയാണ് അർത്ഥം കിട്ടിയിരിക്കുന്നത്? സാധാരണ മനുഷ്യ ശരീരത്തിന്റെ വീതി എന്ന് പറയുന്നത് എന്താണ്? അവന്റെ പുറംഭാഗമാണ്. പുറഞ്ഞൊരാള് പുറംഭാഗം തിരിഞ്ഞു നിന്നാൽ അവന്റെ ഷോൾഡറിന്റെ ഭാഗത്താണ് മനുഷ്യന്റെ വീതി അളക്കുക. കുപ്പായത്തിന്റെ അളവെടുക്കുമ്പോ തിരിഞ്ഞു നിന്നിട്ട് ഷോൾഡറിന്റെ ഭാഗത്താണ് അളവെടുക്കുക. അതെന്ന് പറഞ്ഞാല് ആ വീതി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അവിടെ അയാൾ തിരിഞ്ഞു നിന്നു, അറള, പുറംതിരിഞ്ഞു നിന്നിട്ടാണ് അയാളുടെ അറള് എടുക്കുന്നത്, അയാളുടെ വീതി എടുക്കുന്നത്. അപ്പൊ ഒരാളുടെ തോളിന്റെ വിസ്താരം അല്ലെങ്കിൽ അയാളുടെ വീതി വ്യക്തമാക്കാനായി നമുക്ക് അയാളെ തിരിഞ്ഞ് നേരെ മുന്നോട്ട് നിൽക്കുമ്പോ അല്ല അയാളുടെ വീതി എത്രയാണ് എന്ന് മനസ്സിലാവുക, അയാൾ പിന്തിരിഞ്ഞു നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ വാക്കിന് പിന്തിരിഞ്ഞു, അറള, തിരിഞ്ഞു കളഞ്ഞു എന്ന് അർത്ഥം വന്നിരിക്കുന്നത് എന്നാണ് ഇതിനെ പറ്റി ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ അവിടെ പ്രത്യേകം പ്രസ്താവ്യമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ പറഞ്ഞ സത്യവിശ്വാസികൾക്ക് ലഭ്യമാകുന്ന സ്വർഗം എന്ന് പറയുന്നത് വജന്നത്തിൻ അർളുഹ അസ്സമാവാതി വൽ അർള്, അതിന്റെ സ്വർഗത്തിന്റെ വീതി പോലും ആകാശങ്ങളും ഭൂമിയും ഉള്ള അത്രയും ഉണ്ട് എന്ന് പറയുമ്പോ അതിന്റെ നീളം എത്രയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയും നമുക്കതില് ചില ചിന്തകളുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. വേറൊരു വിഷയം കൂടെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോ ഉള്ള ഒരു ചിന്തയും കൂടെ ഇവിടെ, സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കൂട്ടിവെക്കുന്നവരെ, അതാ കൻസായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എന്താണത്? അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, നരകത്തിൽ വെച്ച് ആ സ്വർണവും വെള്ളിയുമൊക്കെ പഴുപ്പിക്കപ്പെടുകയും
എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും ഒക്കെ ചൂടുവെക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നെറ്റികളിലും പാർശ്വങ്ങളിലും അവരുടെ പുറം ഭാഗത്തും മുതുകുകളിലും ഒക്കെ ആണ് ചൂടുവെക്കപ്പെടുക. അതുകൊണ്ട് ചൂടുവെക്കപ്പെടും എന്ന് ഖുർആൻ ഈ പറഞ്ഞ ഓർഡർ എന്താണ്? നെറ്റി, അതേപോലെ പാർശ്വങ്ങൾ, വശങ്ങൾ, മുതുക് അല്ലെങ്കിൽ പുറം ഭാഗം എന്ന് പറഞ്ഞ ഒരു ഓർഡർ ഉണ്ട്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയും പണ്ഡിതന്മാർ ആ ഒരു ആയത്തിനെയും വെച്ച് ചിന്തിച്ചപ്പോ അവർ കണ്ടെത്തിയ ഒരു സംഗതി, ഈ എന്തുകൊണ്ടാണ് ശരീരത്തിലെ ഈ 3 ഭാഗങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് മനഃശാസ്ത്രപരമായ ഒരു ചിത്രീകരണം അവിടെ നൽകുന്നുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സംഗതികളൊന്നും അല്ല കേട്ടോ. ഞാൻ അറലുൻ എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ പുറംതിരിഞ്ഞു നിന്നു എന്നൊരർത്ഥം ആണ് നമ്മൾ എത്തിയത്. അതിലേക്കാണ് നമ്മൾ വന്നത്. വീതി എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. എന്നാൽ ഒരു മനുഷ്യന്റെ വീതി അളക്കുമ്പോൾ അയാൾ പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴാണ് അയാളുടെ വീതി അളക്കാൻ സാധിക്കുക. അങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥക്കാണ് അറള എന്ന് പറയുന്നത്. ഇവിടെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് സ്വർണവും വെള്ളിയും ഒക്കെ അത് നിക്ഷേപമായി കൂട്ടിവെച്ച് അതിന്റെ സക്കാത്ത് കൊടുക്കാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അവരുടെ പുറം ഭാഗത്ത് അവർക്ക് ചൂട് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒരു ചിന്തക്ക് വിധേയമാക്കി എന്ന് മാത്രം. പക്ഷെ അതെങ്ങനെയാണ്? അതിന്റെ ഒരു ശരിയായ വിശകലനം എങ്ങനെയാണ് ചോദിച്ചാല്, നമ്മളടുക്കൽ ഒരാള് ഒരു സഹായം ചോദിച്ച് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പിശുക്കനായ ഒരാളുടെ അടുക്കലാണ് ഈ യാചകൻ അല്ലെങ്കിൽ ചോദിച്ചു വരുന്ന ആള് വന്നതെങ്കിൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ആദ്യം ആ ഒരു യാചകൻ എന്നുള്ള നിലക്ക് അയാളെ കാണുമ്പോൾ തന്നെ മുഖം ചുളിക്കും, നെറ്റി ചുളിക്കും, നെറ്റിയിൽ അയാൾ അനിഷ്ടം പ്രകടിപ്പിക്കും. അതാണ് ഉണ്ടാവുക. പിന്നെ അയാള് യാചകനെ അവഗണിച്ച് തിരിഞ്ഞു പോകും, ഒരു വശത്തേക്ക് തിരിഞ്ഞു നിൽക്കും. അയാളെ നേർക്ക് അഭിമുഖമായി നിൽക്കുകയില്ല. പിന്നെ ഉണ്ടാകുക എന്താന്ന് ചോദിച്ചാല്, ഒടുവിൽ അയാൾ ആ യാചകനെ പുറംതിരിഞ്ഞ് അറള എന്ന് പറഞ്ഞതുപോലെ അയാൾ പുറംതിരിഞ്ഞ് നടന്നു പോയി കളിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഈ പിശുക്കരായ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പൊ അവരുടെ കാണുമ്പോൾ തന്നെ ഒരു അനിഷ്ടം നെറ്റിയിൽ പ്രകടിപ്പിക്കുന്നു. പിന്നെ അയാളുടെ നേരെ മുഖം തിരിഞ്ഞ് നിൽക്കാതെ ഒരു വശത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് അയാളുടെ അഹങ്കാരത്തിന്റെ ആ സ്വഭാവം കാണിക്കുന്നു. പിന്നീട് പൂർണ്ണമായും അത്തരത്തിലുള്ള ആളുകൾ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നു. ഇത് സാമ്പത്തിക സ്ഥിതി ഖുർആൻ പറഞ്ഞിടത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളെ, 3 പ്രകടനങ്ങളെ, 3 വികാരങ്ങളെ അല്ലെങ്കിൽ 3 തരത്തിലുള്ള അവസ്ഥകളെ അവിടെ വിശദീകരിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോ അതുകൊണ്ട് തന്നെ അയാൾ എന്താണ് ചെയ്തത്? നെറ്റി ചുളിച്ചതാണ്. അതുകൊണ്ട് നെറ്റി ചൂട് വെക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. പിന്നെന്താ അയാൾ ചെയ്തത്? അയാൾ തിരിഞ്ഞു നിന്നു, നേരെ നിൽക്കേണ്ടതിന് പകരം തിരിഞ്ഞു നിന്നു. അതുകൊണ്ട് അയാളുടെ പാർശ്വഭാഗത്തും ചൂട് വെക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെന്താ അയാൾ ചെയ്യുന്നത്? അയാളുടെ പുറം ഭാഗം കാണിച്ചുകൊണ്ട്, അയാളുടെ ബാക്ക് സൈഡ് കാണിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് പിന്നെന്ത് സംഭവിക്കുന്നു? അയാളുടെ പുറതു ഭാഗത്തും ചൂട് വെക്കുന്നു. എന്നിങ്ങനെ പണ്ഡിതന്മാർ ഒരു വിശദീകരണം, ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ചർച്ച ചെയ്ത ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലും സന്ദർഭോചിതം കൊണ്ടുവന്നു എന്ന് മാത്രം. നമ്മുടെ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അങ്ങനെ തിരിഞ്ഞു കളയുന്ന ആളുകളുണ്ടല്ലോ. ഈ ഖുർആനിന്, ദിക്റിന്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ ഒക്കെ അതിൽ നിന്നും അവഗണിച്ച് തിരിഞ്ഞു പോകുന്ന ആളുകൾ അയാൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വിസ്ർ ചുമക്കേണ്ടി വരും, ഭാരം ചുമക്കേണ്ടി വരും. വിസ്ർ എന്ന് പറഞ്ഞാല് വലിയ ഭാരമെന്നാണ്. എടുത്താൽ പൊങ്ങാത്ത ഭാരത്തിനാണ് പറയുക വിസ്ർ എന്ന് പറയുക. ഇവിടെ നമുക്ക് എത്ര വലിയ ഭാരാണെങ്കിലും അത് കുറച്ച് പറ്റില്ലെങ്കിൽ താഴെ വെക്കാം. അല്ലെങ്കിൽ അത് തന്നെ ഇങ്ങനെ നമ്മള് അവസാനം മരണം മുഖേന മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തേക്ക് വീണു പോയാൽ
ആ ഭാരം തലയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കും. തലയിലല്ല, മനസ്സിൽ ഏൽക്കേണ്ടി വരുന്ന ഭാരങ്ങളുണ്ട്, ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഭാരങ്ങളുണ്ട്. ആ ഭാരങ്ങളൊക്കെ അവസാനം മരണത്തോടുകൂടി അതൊക്കെ ഇറക്കി വെക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ആരൊക്കെ സഹായിക്കാനും വന്നു എന്ന് വന്നേക്കാം. മാത്രല്ല, ഈ ലോകത്ത് നമുക്ക് പ്രയോജനമുള്ള ഭാരങ്ങളൊക്കെ ആണെങ്കിൽ സന്തോഷത്തോടുകൂടി, എത്ര പ്രയാസമുള്ളതാണെങ്കിലും നമ്മൾ അത് ഏറ്റെടുക്കല്ലോ. സ്വർണമോ പണമോ ഒക്കെയാണ് നമ്മളോട് വഹിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ അത് ഇഷ്ടപ്പെടൂലേ? എന്നാ പരലോകത്ത് നൽകുന്ന ഭാരങ്ങൾ എന്ന് പറയുന്നത് വസാഅലഹും, വളരെ മോശമായ, ദുസ്സഹമായ, വെറുക്കപ്പെട്ട വേദന നിറഞ്ഞ ഭാരമാണ് പരലോകത്ത് നൽകുന്നത് എന്നാണ്. വസാഅലഹും, അവർക്ക് അവിടെ നൽകുന്ന ആ ഭാരം എന്ന് പറയുന്നത് വളരെ മോശം ഭാരം. അത് അവർക്ക് അവിടെ പലതും വഹിക്കേണ്ടതായിട്ട് വരും എന്നാണ്. അപ്പോ അതേപോലെ ഒന്നുകൂടി നമ്മൾ ആലോചിച്ചു, വെറുക്കപ്പെട്ട വല്ല ഭാരമാണ് അഥവാ തിന്മയോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ള ഈ നിറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഈ ലോകത്ത് വെച്ച് നമുക്ക് ചുമക്കേണ്ടി വരുന്നതെങ്കിൽ പോലും അതിനൊരു ആശ്വാസമുണ്ട്. അതെന്താ? ഒന്നുകിൽ നമുക്ക് ഇതിടെ ഇടക്ക് വെച്ച് ഇറക്കി വെക്കാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മരണത്തോടുകൂടി ആ ഭാരം നമ്മളിൽ നിന്ന് പൂർണ്ണമായും നീങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ ദുനിയാവിലെ ഏത് കഷ്ടപ്പാടിനും മരണം എന്നൊരു അന്ത്യമുണ്ടല്ലോ. അത് ആ അന്ത്യമില്ല എന്ന് സൂചിപ്പിക്കാനാണ് 101-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ കാണുന്നത് ഖാലിദീന ഫീഹി, അവരതിൽ ശാശ്വതവാസികളാണ്. ശാശ്വതവാസികളായി കഴിയേണ്ടി വരുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ആ പരലോകത്ത് അവർ വഹിപ്പിക്കപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത് വസാഅലഹും, ഏറ്റവും മോശമായ ഭാരമാണല്ലോ അവർ കേൾക്കേണ്ടി വരുന്നത് എന്ന് കൂടെ ഖുർആൻ പറയാണ്. അപ്പോ അള്ളാന്റെ ദിക്റിനെ അവഗണിക്കുന്ന ആളുകളുണ്ടല്ലോ. സിമ്പിളാണ് ഇതൊന്നും. ഈ ദിക്ർ ഖുർആൻ വഹിച്ചുകൊണ്ട് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് ഓതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പഠിക്കാന്ന് പറഞ്ഞാല് കുറഞ്ഞ സമയം അതിനു വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? നാവിന് എളുപ്പമായിട്ടുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞില്ലേ, വളരെ ഹഫീഫായിട്ടുള്ള ദിക്റുകൾ, നാവിന് എളുപ്പമുള്ളത് എന്നാൽ മീസാനിൽ കനം തൂങ്ങുന്ന ദിക്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലതും നമ്മളെ പഠിപ്പിച്ചൊന്നുമില്ലേ? ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുമ്പോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരിക്കലും അവസാനിക്കാത്ത ആ ലോകത്ത് ഒട്ടും ഉപകാരമില്ലാത്തതും എന്നാൽ ഏറെ വേദന നിറഞ്ഞതുമായ ഒരുപാട് ഭാരങ്ങൾ അവിടെ അവരെ വഹിപ്പിക്കേണ്ടി വരും, അവർ വഹിക്കേണ്ടതായിട്ട് വരും, അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരുമെന്ന് ആണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു അവസ്ഥയുടെ കാഠിന്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് 101-ാമത്തെ ആയത്തിൽ വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംലൻ, അവർ വഹിക്കുന്ന ഭാരം എന്തുമാത്രം മോശമായിരിക്കും എന്ന് അതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 100, 101 ആയത്തുകളിൽ ആ ഖുർആനിനെ അവഗണിക്കുന്ന, അള്ളാഹുവിന്റെ ദിക്റിനെ അവഗണിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനത്തിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ അനുഭവങ്ങളാണ്, അവർക്ക് നേരിടേണ്ടി വരുന്ന വസ്തുതകളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലായല്ലോ. 102-ാമത്തെ ആയത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റാ യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റാ. അതായത് യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് എന്ന് പറയുമ്പോൾ അതിനൊന്നും കൂടെ വിശദീകരിച്ചു തരികയാണ് നമുക്ക്. സൂറിൽ ഊതപ്പെടുന്ന ദിവസം, യുൻഫഖു ഊതപ്പെടുന്ന ദിവസം, യോമ ദിവസം. വനഹ്ശുറുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടും. നഹ്ശുറു, നാം ഒരുമിച്ച് കൂട്ടും. അൽ മുജ്രിമീന, കുറ്റവാളികളെ. യൗമഇദിൻ, അന്നത്തെ ദിവസം. യൗമഇദിൻ, അന്നത്തെ ദിവസം. സുർഖൻ, നീലവർണ്ണമുള്ളവരായിക്കൊണ്ട്. ഒരു പുതിയ ആശയത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
പരലോകത്ത് കുറ്റവാളികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നീലവർണ്ണമുള്ളവരായിക്കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് യതഖാഫത്തൂന ബൈനഹും, അവർ അവിടെ യതഖാഫത്തൂന, അവർ പരസ്പരം പതുക്കെ പറയും. യതഖാഫത്തൂന, അവർ പരസ്പരം പതുക്കെ പറയും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ പറയും. ഇൻ ലബിസ്തും ഇല്ലാ അശ്റ, നമ്മള് ഭൂമിയിൽ 10 ദിവസം അല്ലാതെ താമസിച്ചിട്ടില്ല. ഇൻ ലബിസ്തും, ഇൻ ഇല്ല, ലബിസ്തും നിങ്ങൾ താമസിച്ചു, ഇല്ല അല്ലാതെ, അശ്റൻ ഭൂമിയിൽ. നിങ്ങൾ ഭൂമിയിൽ ആകെ 10 ദിവസമൊക്കെ ഇട്ടേ താമസിച്ചിട്ടുണ്ടാവുന്നു, അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ പറയാനുള്ള, വളരെ പതുക്കെ പറയാനുള്ള ഒരവസരം അവരുടെ അവിടെ ആ ലോകത്ത് കൈവരികയാണ്. അപ്പൊ അവര് പറയാണ്, ഈ ലോകത്ത് 50, 60, 70, 80, 100 കൊല്ലൊക്കെ എത്ര കൊല്ലം ജീവിച്ചാലും അവർ പരസ്പരം കാണുമ്പോൾ പറയുന്നത്, ഭൂമിയിൽ നമ്മളൊക്കെ ഒരു 10 ദിവസം താമസിച്ചില്ലേ, നിങ്ങൾ 10 ദിവസമൊക്കെ അല്ലേ താമസിച്ചിട്ടുണ്ടാവുള്ളൂ ഇല്ലേ എന്ന് അവർ പറയുകയും ചെയ്യും എന്നാണ്. നമ്മളത് വാക്കുകളുടെ അർത്ഥത്തിലേക്ക് പോകാം. യുംഫഖു ഊതപ്പെടുന്നു, സൂർ കാഹളം, നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടും, സുർഖൻ എന്ന് പറഞ്ഞാൽ നീല നിറമുള്ളവർ. അസ്റഖ് എന്ന് പഠിച്ചിട്ടുണ്ടാവില്ല, അസ്വദ്, അബിയൽ, അസ്റഖ് എന്നൊക്കെ പറഞ്ഞ അസ്വർ. അതിൽ അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല നിറം, സുർഖൻ നീല നിറമുള്ളവർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അന്ത്യദിനത്തിലെ ആ യൗമുൽ ഖിയാമയിലെ വളരെ നിർണായകമായ 2 സംഭവങ്ങളാണ്, അല്ലെങ്കിൽ 2 സന്ദർഭങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്തൊക്കെയാണത്? ഒന്ന്, സൂർ, ആ കാഹളത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്, അവിടെ ഊതപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന്. രണ്ടാമത്തത്, കുറ്റവാളികൾക്കുണ്ടാകുന്ന ശാരീരികമായ ചില മാറ്റങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. സൂർ എന്ന കാഹളത്തിൽ, സൂർ എന്ന കാഹളം, അതിലുള്ള വിളിയെ സംബന്ധിച്ച്, ഊത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണല്ലോ. അന്ത്യദിനത്തിൽ ഊതപ്പെടുന്ന കാഹളം, അതിലെ 2 ഊത്തുകളാണുള്ളത്. ഒന്നാമത്തെ ഊത്തിൽ സർവചരാചരങ്ങളും മരിച്ചു പോകുന്നു. രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും എഴുന്നേറ്റ് വരുന്നു. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ അല്ലാഹു ഇച്ഛിച്ചവരൊഴികെ ആകാശങ്ങളിലും ഭൂമിയിലുള്ളവർ ചലനമറ്റവരായി തീരും, മരിച്ചു വീഴും, ബോധരഹിതരാകും എന്ന സഇഖ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട്. പിന്നീട് അതിൽ രണ്ടാമതും ഊതപ്പെടും, അപ്പോഴതാ അവർ എഴുന്നേറ്റ് നോക്കുന്നു. രണ്ടാമതും അതിൽ ഊതപ്പെടും. അപ്പൊ 2 ഊത്തുകളെ സംബന്ധിച്ച് പറയുന്ന സൂറത്ത് സുമറിലെ 68-ാമത്തെ വാക്ക്, നിങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ വായിച്ച് നോക്കുക. അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. പക്ഷെ ഇവിടെ കാര്യം എന്താണെന്നറിയോ? പിന്നെ ഇവിടെയുള്ള കുറ്റവാളികളായ ആളുകൾ യൗമുൽ ഖിയാമത്തിൽ വരുന്നത് സുർഖൻ എന്നാണ്, നീല നിറമുള്ള ആളുകളായിട്ടാണ് വരുന്നത്. അവരുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. സുർക്ക് നീല നിറം എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നിൽ ഒരുപാട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ, മനഃശാസ്ത്രപരമായി നമ്മൾ ആലോചിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ അതിനുണ്ട്. കടുത്ത ശ്വാസമുട്ടലോ ഭയമോ അനുഭവിക്കുന്ന ഒരാളുടെ മുഖത്തെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കരമായ ശ്വാസമുട്ടൽ അനുഭവിക്കുമ്പോൾ, എന്തെങ്കിലും ഭയങ്കരമായ പേടി ഉണ്ടാകുമ്പോ ഒരു അവസരത്തിൽ അയാളുടെ കണ്ണുകളുടെ നിറം എന്തായിരിക്കും? മുഖത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. ആ മുഖത്തെ രക്ത ഓട്ടം നിലച്ച് മുഖമൊന്നായിട്ട് നീല നിറമാകുന്ന അവസ്ഥ നമ്മൾ കാണാറില്ലേ? അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരീരത്തിന്റെ രാസപ്രക്രിയകളിൽ ഭയം മൂലം സംഭവിക്കുന്ന മാറ്റങ്ങളും രക്തത്തിലെ ഓക്സിജന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസവും ഒക്കെ കാരണം ശരീരം നീല നിറമായി പോകുന്നത് കാണുന്നില്ലേ? ഒരു പാമ്പ് കടിച്ചാൽ അതിലെ പേടിയും കൂടെ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് അതിന്റെ ശരീരത്തിന്റെ നിറം മാറുകയും, അതേപോലെ
അതിന്റെ വിഷാംശങ്ങളൊക്കെ ശരീരത്തിൽ വ്യാപിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിയാവുന്ന വിഷയമാണ്. അപ്പോ ഉള്ളിലുണ്ടാകുന്ന ഭയങ്കരമായ ഭീതി അത് പുറത്തെ ചർമ്മത്തിൽ നിറവ്യത്യാസമായി പ്രകടമാകുന്നതാണ്. പരലോകത്തെ ഭീകരത എന്ന് പറയുന്നത് കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ഒരു ഭീകരത അല്ലല്ലോ, ചെറിയ ഭയപ്പാടുകളല്ലല്ലോ. ശരീരം ഒന്നായിട്ട് വിറങ്ങലിച്ച് അവർ അവസാനം അവരുടെ ശരീരം നീല നിറമായി മാറുന്നു എന്നാണ്. അപ്പൊ രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഉടനെ തന്നെ അവർക്ക് സംഭവിക്കുന്ന ഒരു സംഗതി, അവരുടെ ശരീരത്തിന്റെ നിറമാകെ മാറിപ്പോയിട്ടുണ്ട്. അവരുടെ കണ്ണുകളൊക്കെ നീല നിറത്തിലായിട്ടുണ്ട്. അവരുടെ മുഖങ്ങളിലൊക്കെ രക്തത്തിന്റെ കളറ് മാറി അവിടെ ആകപ്പാടെ നീല ചർമ്മങ്ങളായി മാറിയിട്ടുണ്ട്. കൊടുംഭീതിയുടെ ഭീകരമായ അവസ്ഥയുടെ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ചില പണ്ഡിതന്മാർ സുർക്ക് എന്നതിന് കാഴ്ചയില്ലാത്തവർ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്, അന്ധർ എന്നർത്ഥം നൽകിയിട്ടുണ്ട്. കണ്ണിലെ കൃഷ്ണമണിക്ക് ബാധിക്കുന്ന ഒരു അസുഖത്തെ അറബിയിൽ അൽ മിയാഹ് അൽ സർഖാഹ്, നീലജലം എന്നർത്ഥത്തിലുള്ള ഒരു രൂപത്തിൽ പറയാറുണ്ട്. അത് അന്ധതയ്ക്ക് കാരണമാകുന്ന ഒരു സംഗതിയാണ്. കണ്ണിൽ ഇങ്ങനെ ഒരു നീലജലം അതിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ കണ്ണിന് അന്ധത ബാധിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ നിലക്കും അത് ശരിയാണ്. അന്ധന്മാരായി മാറുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ നീല നിറമായി മാറി അവസാനം അവർ അന്ധരായി പോകുന്നു എന്ന്. പാപികൾ അന്ന് അന്ധരായും ഭയം കൊണ്ട് നീലിച്ചവരായും വിചാരണയിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ചുരുക്കത്തിൽ ഉള്ളിലുള്ള ഭയം പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന വികൃതമായ രൂപം, അവന്റെ കണ്ണുകളിലൊക്കെ ആകപ്പാടെ ഈ നീല നിറത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികൃതമായ രൂപല്ലേ. മുഖത്തുള്ള ആ രക്തത്തിന്റെ ആ രക്തത്തിന്റെ കളറൊക്കെ മാറിയിട്ട് മുഖമാകം വിവർണമായി നീലിച്ചു പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒന്നും കൂടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കാഴ്ച ശക്തിയും കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയോ. ഇവിടെ നമ്മൾ പലപ്പോഴും കാഴ്ചയില്ലാത്ത ആളുകളെ കണ്ണ് തുറന്നു വെച്ച അവസ്ഥയിൽ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അവരുടെ കണ്ണുകൾ ഇങ്ങനെ എന്തോ ഒരു ഇളം നീല നിറത്തിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്നതായിട്ടല്ലേ സാധാരണ നമ്മൾ കാണാറുണ്ടാവുക. അപ്പൊ ആ നിലക്കൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ ഖുർആൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ആ ഭയപ്പാട് കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 102-ാമത്തെ ആയത്തിൽ 103-ാമത്തെ ആയത്തിലുള്ളത് യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റ. ഭയപ്പാടിന്റെ ആ സന്ദർഭങ്ങളിൽ അവർ നടത്തുന്ന ചില മന്ത്രണങ്ങളുണ്ട്. എന്താ അവർ പറയുന്നത്? ഒരു കൂട്ടം ആളുകൾ പറയുന്നത് നിങ്ങൾ അവിടെ ആകെ 10 ദിവസം മാത്രമേ താമസിച്ചുള്ളൂ എന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയാത്തത്? യതഖാഫതൂനാണല്ലോ എന്ന് പറഞ്ഞത്, പരസ്പരം ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു എന്നാണ്. ഖുർആനിന് ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്, അവിടെ ശബ്ദങ്ങൾ പോലും പതുങ്ങിയതാണ് എന്ന്. ശബ്ദം എന്ന ഒരു സംവിധാനത്തിന് ഉയർത്താൻ സാധ്യമാകുന്നില്ല. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് ശബ്ദം, അള്ളാഹുവിന്റെ ഒരു സംഗതിയാണ് ശബ്ദം എന്ന് പറയുന്നത്. ആ ശബ്ദം എന്നത് തന്നെ അത് ഒരിക്കലും ഉച്ചത്തിലാവാൻ അനുവദിക്കില്ല എന്ന്. ഇവിടെ എന്തായിരുന്നാലും അതിഭീകരമായ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യനൊന്നും തന്നെ ഉറച്ചത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ അത്രമേൽ ഭയാനകമാണ്. വളരെ ശക്തനായ ഒരു ശത്രുവിനെ അഭിമുഖീകരിക്കുമ്പോ നമുക്ക് അവിടെ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ നാം ശ്വാസം അടക്കി പിടിക്കുകയും ശബ്ദം വളരെ താഴ്ന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അവിടെ അവർ ശബ്ദം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഭീതി കാരണം ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള ഊർജം പോലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതിന് കഴിയില്ല. അവരാകെ തളർന്നു പോയിട്ടുണ്ടാകും. എല്ലാ ഊർജവും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ചുണ്ടുകൾ അനക്കാൻ മാത്രമേ ആ ഒരവസരത്തിൽ അവർക്ക് സാധിക്കുകയുള്ളൂ. അതിനുപോലും കഴിയാത്ത, ചുണ്ടുകൾ അനക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീതിജനകമായ അവസ്ഥയായിരിക്കില്ലേ അവിടെ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത്
അവർ പരസ്പരം പറയുന്നത് ഇല്ലബിസ്തും ഇല്ല അശ്ര. അവർക്ക് എന്തോ പറയണമെന്നുണ്ട്. എന്ത് പറയണമെന്നുണ്ട്? കഴിഞ്ഞുപോയ ജീവിതത്തിൽ, ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിച്ച ആ ജീവിതത്തെ സംബന്ധിച്ച് ഒന്ന് ഓർത്തു നോക്കുകയാണ് അവര്. അങ്ങനെ ഓർത്തു നോക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ചില തോന്നിച്ചകൾ മറ്റുള്ളവരോട് പറയണമെന്നുണ്ട്. അങ്ങനെ അവർ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, മെല്ലെ പറയാൻ വേണ്ടി ശ്രമിക്കുക. എന്താ അവർക്ക് തോന്നുന്നത്? ഇത്രയൊക്കെ സുഖത്തിലും സൗകര്യത്തിലും ഒക്കെ ഒരുപാട് കൊല്ലങ്ങൾ ഇവിടെ ജീവിച്ച് പോന്നിട്ട് അവസാനം പരലോകത്ത് വരുമ്പോ അവർക്ക് അനുഭവപ്പെടുന്നത് ഇല്ലബിസ്തും ഇല്ല അശ്ര. നിങ്ങൾ 10 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, അവിടെ കഴിച്ചു കൂട്ടിട്ടുണ്ടാവുള്ളൂല്ലേ. നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ഇവർക്ക് തോന്നുന്ന, ഈ കുറ്റവാളികൾക്ക് തോന്നുന്നത് അങ്ങനെയാ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന അർത്ഥത്തിലാണ് അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ആകെപ്പാട് ഒരു 10 ദിവസമൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ടാവില്ലേ എന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നാണ്. അപ്പൊ ഈ ഒരു സംസാരം ഉണ്ടല്ലോ, ആ സംസാരത്തിന്റെ ഇതിന് ശേഷമുള്ള ആയത്തും കൂടെ നോക്കൂ. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ ഇദ് യഖൂലു അംസലുഹും തരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമാ. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ ഇദ് യഖൂലു അംസലുഹും തരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമാ. അവരിൽ ഏറ്റവും ന്യായമായ നിലപാടുകാരൻ, അംസലുഹും എന്ന് പറഞ്ഞാൽ അവരിൽ ഏറ്റവും ന്യായമായ നിലപാടുകാരൻ എന്നാണ് അംസലുൻ. നല്ല നിലപാടുള്ള ആളുകൾക്കാണ് അംസല് എന്ന് പറയാം. അപ്പൊ അവിടെ ഈ കുറ്റവാളികളുടെ കൂട്ടത്തിൽ ചില പ്രത്യേക നിലപാടുകൾ എടുത്തു പറയാൻ പറ്റാവുന്ന ചില നിലപാടുള്ള ഒരാള് പറയുന്നു. അവർ പറയുന്ന കാര്യവും നമുക്കറിയാം, അള്ളാഹു പറയാ. അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇല്ലബിസ്തും ഇല്ലാ യൗമാ, ഇല്ലബിസ്തും ഇല്ലാ യൗമാ, നിങ്ങൾ ഒരു ദിവസം മാത്രമേ അവിടെ താമസിച്ചുള്ളൂ എന്നവര് പറയുന്നു എന്നാണ്. അപ്പോ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ പൊങ്ങി വരുന്നു. എന്തൊക്കെയാണത്? ഒന്ന്, ആദ്യം അവർ പറഞ്ഞത്, ഒരു വിഭാഗം പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഒരു 10 ദിവസമൊക്കെ ജീവിച്ച മാറിയേ തോന്നുന്നുള്ളൂ അല്ലേ എന്ന് അവർക്ക് ഒരു വിഭാഗം പറയുമ്പോ, രണ്ടാമതൊരു വിഭാഗം പറയുന്നത് ഞങ്ങൾ ഒരു ദിവസം മാത്രമൊക്കെ താമസിച്ചിട്ടുണ്ടാവില്ലേ എന്ന്. വേറെ കുറെ കൂടെ ബുദ്ധിയുള്ള ആളുകൾ, കുറെ കൂടെ മറ്റൊരു നിലപാടുള്ള ആളുകൾ, നല്ല നിലപാടുള്ള ആളുകളാണ് പറയുന്നത് ഇല്ലബിസ്തും ഇല്ലാ യൗമൻ, ഒരു ദിവസമൊക്കെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടാവുക. അവർ അതിൽ നിന്ന് 10-ൽ നിന്ന് 1-ലേക്ക്, ഒരു ദിവസത്തിലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. സൂറത്തു റൂമിലെ വേറൊരു ആയത്തുണ്ട്, മാ ലബിസു ഗൈറ സഅത്തിൻ. അവിടെ വെച്ച് അവര് പറയുന്നത് 1 മണിക്കൂർ മാത്രമേ ഞങ്ങൾ അവിടെ ജീവിച്ചിട്ടുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, 10-ൽ നിന്ന് 1-ലേക്കും 1-ൽ നിന്ന് 1 മണിക്കൂറിലേക്കും കണക്ക് ചുരുങ്ങുകയാണ്. ഈ ലോകത്ത് ജീവിച്ച ആ കാലഘട്ടത്തെ പരലോകത്ത് വരുമ്പോ വിലയിരുത്തുന്നത് കുറഞ്ഞ ഒരു സമയം മാത്രമേ താമസിച്ചുള്ളൂ എന്നാണ്. വേറെ ഇല്ല, എന്നുണ്ടല്ലോ, ഒരു വൈകുന്നേരം ഒരു രാത്രി എന്ന് പറയുന്ന ആയത്തുണ്ട്. അപ്പൊ ആളുകള് 10 ദിവസം എന്ന് പറയുന്ന ആളുകളുണ്ട്, ഒരു ദിവസം മാത്രമേ താമസിച്ചുള്ളൂ എന്ന് പറയുന്നതുണ്ട്, ഒരു വൈകുന്നേരമോ ഒരു രാവിലെയോ ഒക്കെ എങ്ങനെ കഴിഞ്ഞു കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്, 1 മണിക്കൂർ മാത്രമേ താമസിച്ചുള്ളൂ എന്ന് പറയുന്ന ആളുകളും പരലോകത്തുണ്ട്. ഈ കുറ്റവാളികളായ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അവർ ചെയ്ത പ്രവർത്തികൾ, ഈ ലോകത്ത് വെച്ച് ചെയ്ത പ്രവർത്തികളുടെയും അതുകൊണ്ട് അവർക്ക് അനുഭവിക്കാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ചൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ഭീകരതയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാ. ആലോചിക്കു നോക്കൂ നിങ്ങൾ. ഒരു പൊതു തത്വം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു പൊതുതത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. 10-ൽ നിന്ന് 1-ലേക്ക്, 1-ൽ നിന്ന് 1 മണിക്കൂറിലേക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ പകലിന്റെയോ രാത്രിയോ രാവിലെയുടെയോ ഒക്കെ ചെറിയൊരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ കണക്ക് ചുരുങ്ങിപ്പോകുന്ന ഈ അവസ്ഥകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ അവസാനിച്ചു പോകുന്ന എന്തും വളരെ ചെറിയതാണ്. അവസാനിച്ചു പോകുന്ന ഈ സംഗതികളുണ്ടല്ലോ, അതൊക്കെ വളരെ ചെറുതാണ്. വരാൻ പോകുന്ന ലോകമെന്ന് പറയുന്നത് അവസാനിക്കാത്ത ലോകാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അത് അവസാനിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോ അതൊരു നിമിഷം പോലെ മാത്രമേ ആർക്കും അനുഭവപ്പെടുകയുള്ളൂ. ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു,
പക്ഷെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. മുന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ ഒന്നുമില്ല. കഴിഞ്ഞകാല ജീവിതത്തെ സംബന്ധിച്ച് പറയാൻ, നോക്കിക്കാണാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുമ്പോ അതൊക്കെ ചെറിയൊരു നിമിഷം പോലെ മാത്രമേ അവർ ഏതൊരാളെ സംബന്ധിച്ചും അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്നും കൂടെ, 100ഓളം വർഷം ജീവിച്ചവർ പോലും പരലോകത്ത് ഞങ്ങൾ ഒരു പകലിന്റെ അംശം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് അവരങ്ങനെ പറയേണ്ടി വന്നു? കാരണം എന്താണെന്നറിയോ? ആത്മീയമായ പാപ്പരത്വമാണ് അവർ ഇവിടെ കൈമുതലാക്കിയത്. അവർ മുഫ്ലിസീങ്ങളായിരുന്ന, പാപ്പറായിരുന്നവര് എങ്ങനെ മുഫ്ലിസീങ്ങളായി, പാപ്പറായി? നന്മകളൊന്നും ചെയ്യാതെ അശ്രദ്ധമായി സമയം കളഞ്ഞു. കയ്യിൽ സമ്പാദ്യമായി ഒന്നുമില്ലാത്തവൻ തനിക്ക് സമ്പാദിക്കാൻ സമയമേ കിട്ടിയിട്ടില്ല എന്ന് പരാതിപ്പെടുന്നത് പോലെ, സമ്പാദ്യമില്ലാത്ത ആൾക്കാര് എനിക്ക് സമ്പാദിക്കാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പരാതിപ്പെടുന്നത് പോലെ, ഈ ലോകത്ത് 10-100 കൊല്ലം ജീവിച്ചിട്ടും നന്മകളൊന്നും കയ്യിലില്ലാതെ പരലോകത്തേക്ക് വരുമ്പോ അവൻ പറയുന്നത്, ഞാൻ അവിടെ ആകപ്പാടെ എന്തൊരു ദിവസം 1 മണിക്കൂറൊക്കെ അല്ലേ താമസിച്ചിട്ടുള്ളൂ എന്ന് അവൻ പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാണ് പറയുന്നത്. ആ നിലക്ക് അതിനെ നമ്മൾ നോക്കിക്കാണ്. അതേപോലെ ഇവിടെ ഒരു കഴിവ് പറയാനുള്ള ഒരു സാഹചര്യം നമ്മളിപ്പോ ആടെ അതിമാത്രമൊക്കെ പഠിച്ചവന് പിന്നെ നന്ദി ചെയ്യാൻ ഉള്ള അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എവിടുന്ന് കിട്ടി? എവിടുന്നുണ്ടായിരുന്നു? അതിനൊന്നും അത്ര കാലം നമ്മൾ ജീവിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മളെ അങ്ങനെ കുറ്റക്കാരാവുന്ന, അതാ ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ മാത്രം സമയമൊന്നും കിട്ടിയിട്ടില്ല, ആയുസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 ദിവസമൊക്കെ താമസിച്ചിട്ടുള്ളൂ ഞങ്ങള്, അതിങ്ങനെ കുറച്ചു ദിവസമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പായ്ശ്രമം എന്നുള്ള നിലക്ക്, വേണ്ടാത്തൊരു ശ്രമം, ആവശ്യമില്ലാത്തൊരു ശ്രമം എന്നുള്ള നിലക്ക് അവരിങ്ങനെ ചിന്തിച്ചു നോക്കിയായിരിക്കാം എന്ന് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള സംസാരമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തില് അന്ത്യദിനത്തിലെ ഈ ഭീകരതയ്ക്ക് മുമ്പിൽ നമ്മുടെ ഈ ലൗകിക ജീവിതം വെറുമൊരു സ്വപ്നം പോലെ, 1 മണിക്കൂർ പോലെ, ഒരു ചെറിയ രാവിലെ പോലെ, വൈകുന്നേരം പോലെ അങ്ങനെ നിസ്സാരമായി മാറും എന്നൊരു വലിയ പാഠമാണ് നമുക്ക് ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അതിന്റെ 104-ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞല്ലോ, കുറെ കൂടെ കാര്യഗൗരവമുള്ളവൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അംസലുഹും തരീഖത്തൻ എന്നാണ്. തരീഖത്ത് തന്നെ വഴി എന്നാണ്. അംസലു എന്ന് പറഞ്ഞാല് ഒരു എടുത്തു പറയാൻ പറ്റാവുന്ന ചില പ്രത്യേകതകൾ ഉള്ള ആള് എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള കുറെ കൂടെ കാര്യമായി ചിന്തിക്കുന്ന ആള് എന്നുള്ള നിലക്ക് മാത്രമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കുറ്റവാളികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു ദിവസമേ താമസിച്ചിട്ടുള്ളൂ എന്ന് തിരുത്തി പറയുന്ന ഈ ആളെ, അംസലുഹും തരീഖത്തൻ എന്ന് പറഞ്ഞ ആ ആളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവരിൽ വെച്ച് ഏറ്റവും നന്നായി കാര്യങ്ങൾ വിലയിരുത്തുന്നവൻ, അഹ്സനു ഹുക്കുമൻ എന്നാണ് പണ്ഡിതന്മാർ അതിന്റെ അർത്ഥം പറഞ്ഞത്. അതായത് സ്വഭാവത്തിൽ നല്ലവൻ എന്നല്ല അർത്ഥം, മറിച്ച് കണക്ക് കൂട്ടലിലും നിരീക്ഷണത്തിലുമൊക്കെ കൂടുതൽ ഭേദപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അവസാനിപ്പിക്കാം. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഈ ആയത്തുകളിൽ 104 വരെയുള്ള 100 മുതൽ 104 വരെയുള്ള ഈ ആയത്തുകൾ, ഈ 5 ആയത്തുകളിലും നമ്മൾ കണ്ട വിഷയം എന്ന് പറയുന്നത്, ലൗകിക ജീവിതം പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് പരലോകത്ത് ഉണ്ടാവുക. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ എന്തിനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ദിക്റുകൾക്ക് അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകൾ, അതിന്റെയൊക്കെ പിന്നാലെ അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്നാൽ അതിനെ അവഗണിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ജീവിച്ചവരാണെങ്കിലും അവർക്ക് അവിടെ
ഒന്നും ഒരു മുതൽക്കൂട്ടായിട്ട് ഒരു നന്മയായിട്ട് വരാൻ സാധിക്കാതെ വന്നാൽ ഇവിടെ എത്ര കാലം ജീവിച്ചാലും ഒന്നുമല്ല, ആകപ്പാടെ കുറഞ്ഞ ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഒരു തോന്നലാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണല്ലോ ഈ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. അതിലൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന അത്രയും കാലം നന്മകൾ ചെയ്തുകൊണ്ട്, ചെയ്യുന്ന നന്മകൾ ഈ ലോകത്തും പരലോകത്തുമൊക്കെ ഉപകാരപ്പെടുന്ന വിധത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ എല്ലാം തന്നെ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.